أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 167ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനുൽ ഷരീഫിൽ ഖുർആനിന് വേണ്ടി ചെയ്യുന്ന ഈ എളിയ ഖിദ്മകളൊക്കെ നമ്മുടെ മീസാനിൽ ഏറ്റവും വലിയ സിഖറുള്ള ഭാരമുള്ള ഇബാദത്തായി നമുക്ക് സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഓതാനും ഖത്മുകൾ തീർക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരുപാട് ആളുകളിലേക്ക് ഖുർആനിൻ്റെ വെളിച്ചം എത്തിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. റമദാനുൽ ഷരീഫ് വിട പറയാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 10ലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനുൽ ഷരീഫിനെ അർഹിക്കും വിധം യാത്രയാക്കാൻ, അഅ്മാലു സ്വാലിഹാത്ത് കൊണ്ട് റമദാനുൽ ഷരീഫിനെ ഈ അവസാന സമയങ്ങളിലൊക്കെ ധന്യമാക്കാൻ, ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തഫ്ഖീമുല്ലാം പഠിച്ചു അല്ലേ? ലാമിനെ തഫ്ഖീമാക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിന് തൊട്ട് മുമ്പ് ഫത്ഹോ ലൊമ്മോ വന്നാൽ തഫ്ഖീമും കസ്ർ വന്നാൽ തർക്കീഖുമാണെന്ന് ഉദാഹരണ സഹിതം നമ്മൾ കണ്ട് കേട്ട് പഠിച്ചു. നമുക്കൊക്കെ അറിയുന്ന കേസാ. ചിലപ്പോൾ തഫ്ഖീമും ചിലപ്പോൾ തർക്കീഖുമാകുന്ന അക്ഷരങ്ങളിൽ ഇനി ബാക്കിയുള്ളത് റോ ആണ്. റോ നോക്കിയേ, മലയാളത്തിലെ ഈ കാണുന്ന അക്ഷരം, ഈ അക്ഷരം, ഇതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് റ എന്നാണ്. റ, തറ അല്ലേ, മറ, പറയുക അല്ലേ, വിടർന്നു, പകർച്ച ആണല്ലോ റ. റ റ റ. ഇതാണ് ര. കര, കരിഞ്ഞത്, പൊരിച്ചത് അല്ലേ, ഇത് ര. ഈ മലയാളത്തിലെ റ അതേപോലെ ര, ഈ രണ്ടക്ഷരത്തിൻ്റെയും സെയിം ശബ്ദമല്ല അറബിയിൽ കാണുന്ന ഈ അക്ഷരത്തിൻ്റെ ശബ്ദം. പറഞ്ഞത് മനസ്സിലായില്ല? റോ മലയാളത്തിലെ റായുടെയും രായുടെയും രണ്ടിൻ്റെയും ശബ്ദമല്ല അറബിയിൽ കാണുന്ന ഈ അക്ഷരമാകുന്ന റോ എന്നതിൻ്റെ ശബ്ദം. റോ അറബിയിൽ റോ എന്ന് പറയുമ്പോൾ വായ നിറയെ ശബ്ദം ഉണ്ടാവണം. റോ 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 റബ്ബന റോ. ഉണ്ടല്ലേ? അലിഫ് ബ ത സ ഹർഫിൻ്റെ പേരിങ്ങനെ പറഞ്ഞു പോന്ന് റോ ഉണ്ടോ? റോ. ഇതിങ്ങനെ പറയാൻ കാരണം കുറേ ആളുകൾക്ക് റായാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ റബ്ബ്. അർറഹ്മാനി റ റ റ ഇല്ല. അറബിയിൽ റോ പറയുമ്പോൾ വായക്കുള്ളിൽ ശബ്ദം നിറയണം.
അറമറ പറപോൽ മലയാളത്തിലെ റായാകുന്നത് മാറണം ഉണ്ടോ? അപ്പം മലയാളത്തിലെ തറയല്ല, അറബിയിലെ അലം തറ, രണ്ടും വ്യത്യാസമുണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ രായോ, മലയാളത്തിലെ രാൻ്റെ ശബ്ദം നമുക്കറിയാം അല്ലേ? കരിഞ്ഞത്, പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞില്ലേ? അതേമാതിരി അല്ല ഗൈരി എന്ന് പറയുന്ന രി 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 ഗൈരി രി 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 നോ, ഒന്നും കൂടി ലൈറ്റാണ്. ഗൈരിൽ മഗ്ദൂബി റിജാലുൻ ലാ തുൽഹീഹിം റിജാലുൻ വമിൻ ശർരി ശർരിൻ നഫ്ഫാസാതി അല്ലേ? വമിൻ ശർരി, ശർരി വേണ്ട, ശർറി അല്ല, ശർറി റി 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 അല്ല, ശരി രി 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 അല്ല, വമിൻ ശർരിൻ നഫ്ഫാസാതി. മനസ്സിലായല്ലോ? അതുകൊണ്ട് റ എന്ന അക്ഷരവും അതിൻ്റെ ശബ്ദത്തെക്കുറിച്ചും കൃത്യമായി നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. അതിൻ്റെ തുടക്കം അപ്പം നമ്മൾ പറഞ്ഞത് എന്ത്? മലയാളത്തിലെ തറയല്ല, കരിയല്ല, അറബിയിലെ റ രി. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അറബിയിലെ റ എന്ന ഈ അക്ഷരത്തിൻ്റെ, മനസ്സിലാക്കണേ, ഞാൻ കുറച്ച് സങ്കീർണമാക്കട്ടോ. സാധാരണ ഞാൻ എന്താ പറയാറുള്ളത്? സിമ്പിളാക്കുക എന്നാ പറയും. ഇത് കുറച്ച് സങ്കീർണമാക്കുകയാണ്. എന്തിനേന്നോ? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതത്ര സങ്കീർണതയുള്ള വിഷയമൊന്നുമല്ല. അതിനു വേണ്ടി നോക്കണേ. റ എന്ന അറബി അക്ഷരത്തിൻ്റെ ശബ്ദം റ ആക്കണോ അതോ രാ ആക്കണോ? തഫ്ഖീമിൻ്റെ റ ആക്കണോ തർഖീഖിൻ്റെ രാ ആക്കണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ എന്തെല്ലാം പരിപാടി ഉണ്ടെന്നറിയോ? ഒന്ന്, ആ റാഇൻ്റെ ഹറക്കത്ത് നോക്കണം. രണ്ട്, റാഇൻ്റെ മുമ്പുള്ള അക്ഷരം ഏതാണ് എന്നും അതിൻ്റെ ഹറക്കത്തും നോക്കണം. വേറൊന്ന്, റാഇൻ്റെ മുമ്പുള്ളതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹറക്കത്ത് നോക്കണം. റാഇൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണെന്ന് നോക്കണം, അതിൻ്റെ ഹറക്കത്ത് നോക്കണം. അത് ഒരു കെലിമത്തിലാണോ രണ്ട് കെലിമത്തിലാണോ അതും നോക്കണം. ആര് നോക്കണം? ഓതുന്നത് ആരാണോ അവർ നോക്കണം. അല്ലാതെ വേറെ നാട്ടുകാർ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഇയാളുടെ ഖിറാഅത്ത് ശരിയാവില്ലല്ലോ. എങ്ങനെ? റാഇൻ്റെ ഹറക്കത്ത് നോക്കണം. നോക്കണം എന്ന് പറഞ്ഞാൽ അത് അസ്ലിയാണോ ആരിലാണോ കുറേ നോക്കണ്ടേ? നോക്കണം എന്ന് പറഞ്ഞ് വേഗം ഒഴിവാകില്ല. റാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹറക്കത്ത് നോക്കണം, അക്ഷരം നോക്കണം. അതിൻ്റെയും മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹറക്കത്ത് നോക്കണം. ശേഷമുള്ള അക്ഷരം നോക്കണം, ഹറക്കത്ത് നോക്കണം. ഒരു കലിമത്തിലാണോ രണ്ട് കലിമത്തിലാണോ ഒക്കെ നോക്കണം. കേൾക്കുമ്പോൾ തന്നെ ഒരു 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 അല്ലേ, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ആര് നോക്കുന്നു? നമ്മൾ നോക്കും. ഇതിങ്ങനെ പറയുമ്പോഴേ ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പോകും. ഞാൻ പറയാം. റാഇൻ്റെ ശബ്ദം തഫ്ഖീമിൻ്റെ റായാണോ തർഖീഖിൻ്റെ രായാണോ എന്ന് തീരുമാനിക്കാൻ സിമ്പിളാണ്. 4 വേർഡുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെ? വെറും 4 പദങ്ങൾ, വേർഡുകൾ, കെലിമത്തുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി തീരുമാനിക്കാൻ. റാ ഉള്ള 4 പദങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മനസ്സിലായോ? എന്ന തീരുമാനമായി. വെറുതെ പറഞ്ഞ് സങ്കീർണമാക്കുകയാണ്. അതൊന്നുമില്ല. രണ്ടും നിങ്ങൾ തന്നെ പറയണേന്ന്. അതെ, രണ്ടും ഞാൻ തന്നെ പറയണേ. നമുക്ക് തുടങ്ങാം, അപ്പം മനസ്സിലാവും. റ എന്ന ഹർഫിന് 5 സന്ദർഭങ്ങളിൽ റോ 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 തഫ്ഖീമുണ്ട്. 4 സന്ദർഭങ്ങളിൽ രി 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 തർഖീഖുണ്ട്. 5 4 9. ഇതതിനൊന്ന് എണ്ണം ചുരുക്കി പറഞ്ഞതാ. പരത്തി പറയുകയാണെങ്കിൽ 10-20 എണ്ണം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. റാ ഒരു തലവേദനയാവോ? ആവരുത്, ആവൂല. റാ വെരി സിമ്പിളാണെന്നേ. എന്താ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയേ. ഇതെന്താ വായിക്കുക? റിജാൽ, റിജാൽ അല്ലേ?
വേറൊന്ന് ഗൈരി. ശരി, ഒന്ന് റിജാല്, മറ്റൊന്ന് ഗൈരി. ഇവിടെ രണ്ട് സ്ഥലത്തും റാഇൻ്റെ ഹർക്കത്ത് എന്താ? കസ്റല്ലേ? അല്ലേ? കസ്റല്ലേന്ന്? കസ്റാണ്. റാഇൻ്റെ ഹർക്കത്ത് കസ്റായാൽ തർഖീഖായിട്ട് രീ 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 എന്നേ പറയുള്ളൂ. ഗൈറിൽ മഗ്ദൂബി പറയില്ല, ഷർറി പറയില്ല, റിബ പറയില്ല. പിന്നെയോ റിബ എന്നാ പറയാ, ഗൈരി എന്നാ പറയാ, ഷർരി എന്നാ പറയാ. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട 4 പദങ്ങൾ, വെറും 4 പദങ്ങൾ. ഒന്ന് റിജാലാണ്, റാഇൻ്റെ ഹർക്കത്ത് കസ്റോട് കൂടി റിജാൽ, റിജാൽ. അപ്പോൾ ആ വേർഡ് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം, തർഖീഖായി പറയുന്നത് റിജാല് പോലെ റാഇന് കസ്ർ ഉണ്ടാകുമ്പോഴാണ്, റിജാല് പോലെ റാഇന് കസ്ർ ഉണ്ടാകുമ്പോഴാണ്. എത്ര ഉദാഹരണങ്ങളുണ്ടല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോൾ പറയാൻ മാത്രമൊന്നും ഇല്ല സംഭവം. രണ്ടാമത്തേത് നോക്കിയേ, രണ്ടാമത്തെ ഒന്നുകൂടെ എന്ന് നമുക്ക് പറയാം. ഒന്നുകൂടെ ഇത് നോക്കിയേ, ഫിർഔൻ എന്നാണ് വായിക്കുക. ഫിർഔൻ അല്ലേ? ഇതിലുണ്ട് ഒരു റാ. ആ റാഇന് ഫത്ഹാണോ കസ്റാണോ ദമ്മാണോ സുക്കൂനാണോ നോക്കിയേ? സുക്കൂനാണ്. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താ നോക്കുക? കസ്ർ. കഴിഞ്ഞു. റാ സുക്കൂനും മുമ്പ് കസ്റും ആവുക. ഫിർഔൻ തർഖീഖാക്കണം. ഈ ഉദാഹരണം നമ്മൾ നോട്ട് ചെയ്താൽ മതിയേ. ഒന്ന് റിജാല്, എന്താ പ്രശ്നം? റാഇൻ്റെ ഹർക്കത്ത് കസ്റായി. രണ്ട് ഫിർഔൻ, ഫിർഔൻ റാ സുക്കൂന് മുമ്പ് കസ്ർ തർഖീഖ്. ഫിർഔൻ നോക്കിയാൽ മതി, ഉദാഹരണം നോക്കിയാൽ മതി. ഫിർഔൻ നോക്കിയേ, മിർയഹ്, മിർയഹ് അല്ലേ? റാ സുക്കൂൻ മുമ്പ് കസ്ർ, മീ തർഖീഖ്. ഗൈരി ഉലിൽ ഇർബഹ്, ഇർബഹ് റാ സുക്കൂൻ മുമ്പ് ഇ കസ്ർ. കുല്ലു ഷിർബിൻ, ഓക്കെ, കുല്ലു ഷിർബിൻ റാ സുക്കൂൻ മുമ്പ് കസ്ർ, ഷി. ഫിർദൗസ്, ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസി നുസുല റാ സുക്കൂൻ മുമ്പ് കസ്ർ, ഫി. അപ്പോൾ ഫിർദൗസ് എന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മളെ ആളെ പേരോ പാട്ടൊക്കെ പാടുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണ് പാടാം അല്ലേ? പക്ഷേ ഖിറാഅത്തിലേക്ക് വന്നാൽ ജന്നാത്തുൽ ഫിർദൗസി നുസുല ഉണ്ടോ? ജന്നാത്തുൽ ഫിർദൗസി നുസുല, അല്ലാതെ ജന്നാത്തുൽ ഫിർദൗസി പറ്റൂല. എത്രയേ ഉള്ളൂ. ഒന്ന് റാഇന് കസ്റാവുക, റിജാല് റിബ. രണ്ട്, റാഇന് സുക്കൂന് മുമ്പ് കസ്റു ആവുക, ഫിർഔന് ഫിർദൗസ് മിരിയ, ഗൈരി ഉലിൽ ഇർബ ഷിർബിൻ, മിരിയ മിർഫഖ. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണോ? എഴുതി വെക്കണം. ഞാനിത് സിമ്പിളായ രൂപത്തിലാണ് പറയണത്. കിതാബ് തൽക്കാലം ഇപ്പം മറിക്കണില്ല, ലാസ്റ്റ് മറിക്കാം നമുക്ക്. നിങ്ങളിപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. എന്തൊക്കെ? റാഇൻ്റെ തഫ്ഹീം തർഖീഖ് തീരുമാനിക്കുകയാണ്. തർഖീഖ് 4 സന്ദർഭങ്ങളിലാണ്. ആ 4 4 ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചാൽ ഫുള്ളായി. 2 നമ്മൾ പഠിച്ചു, ഇനി 2 കൂടി ഉള്ളൂ. അടുത്ത ക്ലാസ്സിലാക്കാം ഇൻഷാ അള്ളാഹ്. അതോടുകൂടി തീരുമാനമായി. ഞാൻ പറഞ്ഞില്ലേ, റായിനെ നോക്കണം, അതിൻ്റെ മുമ്പ് നോക്കണം, അതിൻ്റെ മുമ്പുള്ളതിൻ്റെ മുമ്പ് നോക്കണം, ശേഷമുള്ളത് നോക്കണം, അതിൻ്റെ ശേഷമുള്ളത് നോക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതൊക്കെ തീരുമാനമാകാൻ ഈ 4 വേർഡ് മതി. ശ്രദ്ധിക്കണം മാത്രം. ഒന്ന്, റാഇൻ്റെ ഹർക്കത്ത് കസ്റാവുക, റിജാൽ. 2, റാഇന് സുക്കൂനാവുക, മുമ്പ് കസ്റാവുക, ഫിർഔൻ. ബസ്. ഇനി നമുക്ക് അല്പം ഓതാം. ആ ഓതുന്നതിൽ ഈ 2 വരുന്നുണ്ടോ തർഖീഖ് എന്ന് നോക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കി 2 കൂടിയും പറയാം. തീരുമാനമായി. തുടങ്ങല്ലേ? സൂറത്തു ശുഅറാ 52 ആയത്ത് മുതൽ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأوحينا إلى موسى أن أسر بعبادي إنكم متبعون فأرسل فرعون في المدائن حاشرين إن هؤلاء
لشرذمة قليلون وإنهم لنا لغائظون وإنا لجميع حاذرون فأخرجناهم من جنات وعيون وكنوز ومقام كريم كذلك وأورثناها بني إسرائيل فأتبعوهم مشرقين فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين وأوحينا إلى موسى أن أسر بعبادي وأوحينا إلى موسى أن أسر بعبادي إنكم متبعون فأرسل فرعون في المدائن حاشرين إن هؤلاء لشرذمة قليلون നോക്കിയങ്ങളെ അൻ അസ്രി ബി ഇബാദി എന്നുള്ളത് അസ്രി റാഇന് കസ്ർ വന്നു തർക്കീഖ് ഫിർഔനു ഇപ്പം നമ്മൾ പറഞ്ഞ ഫിർഔനു വന്നു അതിനെയും പുറമെ നോക്കിയേ ലശിർദിമത്തുൻ നമ്മളെങ്ങനെയാ ഓതിയിരുന്നത് ലശിർദിമത്തുൻ ഷിറാണോ റാഇൻ സുക്കൂന് മുമ്പ് കസ്ർ ലശിർദിമത്തുൻ ഷിർദി അങ്ങനെ തന്നെ ഇന്ന ഹൗലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ തർക്കീ ഖുർആൻ പഠിച്ചപ്പോഴേക്ക് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ അല്ലേ അതെ وإنهم لنا لغائظون وإنا لجميع حاذرون فأخرجناهم من جنات وعيون يعني فأخرجناهم من جنات وعيون وكنوز ومقام كريم كذلك وأورثناها بني إسرائيل كذلك وأورثناها بني إسرائيل فأتبعوهم مشرقين قافنا فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين باقي فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم وأزلفنا ثم الآخرين وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم
നോക്കി, ഫഔഹൈന ഇലാ മൂസ അനിദ്രിബ് ബിഅസാക്കൽ ബഹ്ർ. അനിദ്രിബ് അല്ലേ, റാഇന് കസ്ർ, ബിഅസാക്കൽ ബഹ്ർ. അവിടെ നിർത്തി, റാഇന് ഫത്ഹാണ്, വിശദീകരിച്ച് പിന്നെ പറയും. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. ഫകാന നോക്കി, ഫൻഫലഖ കഴിഞ്ഞ് ഫകാന കുല്ലു ഫിർഖിൻ അല്ലേ, റാ സുക്കൂന് മുമ്പ് കസ്റ്, ഫിർഖിൻ. പക്ഷെ ഇവിടെ ചെറിയൊരു വിശദീകരണമുള്ള സ്ഥലമാണ്, അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, റാ സുക്കൂന് മുമ്പ് കസ്റ്, ഫിർഖിൻ, ഫിർഔൻ എന്ന് പറഞ്ഞ പോലെ ഫിർഖിൻ. പക്ഷേ ഇവിടെ ഫിർഖിൻ എന്നും ഫിർ എന്ന് രണ്ടും ഓതാം. ഓക്കെ, അതിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം വഅസ്ലഫ്നാ സമ്മൽ ആഖരീൻ. ഉണ്ടോ, ആഖരീൻ റാഇന് കസ്ർ. വഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ. വഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ സുമ്മ അഗ്റഖ്നൽ ആഖരീൻ. ഉണ്ടോ, ആഖരീൻ റാഇന് കസ്ർ, തർഖീഖ്. ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. അക്സറു റാഇന് ദമ്മാണ്, കസ്റാണെങ്കിലാണ് തർഖീഖ്, വിശദീകരിച്ച് പിന്നെ പറയും. ഇപ്പം നമ്മൾ റാഇന് കസ്ർ, റാഇന് സുക്കൂന് മുമ്പ് കസ്ർ, ഇത് രണ്ടും മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ وإن ربك لهو العزيز الرحيم. واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم واغفر لأبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العظيم. ഓക്കെ, വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون
അല്ലേ? അൻതും തുടങ്ങുമ്പോൾ തന്നെ ഇഖ്ഫ ആണ്, മറക്കരുത്. فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين. ലാസ്റ്റ് നൂനാണ് അസ്ലിയായ ഉന്നത്ത് കിട്ടണം കേട്ടോ. والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين. ليه ശരിക്കും ശ്രദ്ധിച്ച് رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين. റാഇന്റെ തർക്കീഖ് നോക്കുന്നില്ലേ? واجعلني من ورثة جنة النعيم واغفر لأبي واغفر لأبي റാഇന് സുക്കൂൻ മുമ്പ് കസ്റ إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العظيم. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പഠിച്ചോനെ, അള്ളാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. പഠിച്ചോനെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നിട്ടുണ്ട്, പുറത്തു തരണം അള്ളാഹ്. ഈ റമദാനിൻ്റെ ഹക്ക് കൊണ്ട്, ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു തരണേ അള്ളാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്, തദ്രീബിൽ ഒരുപാട് പേര്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അള്ളാഹ്, ബറക്കത്ത് നൽകണേ അള്ളാഹ്, നിഅമത്ത് നൽകണേ അള്ളാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ബലാ മുസീബത്തിൽ നിന്ന് കാക്കണേ അള്ളാഹ്. സിഹറിനെ തൊട്ട് കാക്കണേ അള്ളാഹ്. അയിനെ തൊട്ട് കാക്കണേ അള്ളാഹ്. ഹസദിനെ തൊട്ട് കാക്കണേ അള്ളാഹ്. എല്ലാ ഷർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ഞങ്ങളെ താലീമിലും വലിയ ബറക്കത്ത് നൽകണേ അള്ളാഹ്, ഖബൂലിയത്ത് നൽകണേ അള്ളാഹ്. അവസാനം ഞങ്ങൾ ഉസ്താദുമാർ, ഉമ്മമാർ, ഉപ്പമാർ, കുടുംബാദികളോടൊപ്പം, ശിഷ്യന്മാരോടൊപ്പം, തദ്രീബ് കുടുംബത്തിലെല്ലാവരോടുമൊപ്പം നീ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ അള്ളാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.